നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരായന കാലം, വസന്ത ഋതുവിൽ, കൊല്ലവർഷം 1200 ആണ്ട്, മേടമാസം 24 തീയതി, അതായത് 7/5/2025 ബുധനാഴ്ച, ശുക്ലപക്ഷ ഏകാദശി തിഥി വരുന്ന ദിവസം പകൽ 5:50 AM സൂര്യോദയവും, അതായത് പുലർച്ചെ 5:50 AM സൂര്യോദയവും 6:21 PM സൂര്യ അസ്തമനവും, രാഹുകാലം 12:05 PM മുതൽ 1:39 PM വരെയും, ഗുളികകാലം 10:31 AM മുതൽ 12:05 PM വരെയും, യമകണ്ഠകാലം 7:23 മുതൽ 8:57 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മകരം രാശിക്കാർക്കാണ്. ഇനി ഗ്രഹനില പരിശോധിക്കുമ്പോൾ മേടം രാശിയിലാണ് സൂര്യൻ, ചന്ദ്രൻ ചിങ്ങൻ രാശിയിലും, ചൊവ്വ കർക്കിടകൻ രാശിയിലും, ബുധൻ മീനം രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറിയിരിക്കുന്നു. മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനം രാശിയിൽ, കേതു കന്നിയിൽ. ഗുളികോദയം വന്നിരിക്കുന്നത് കർക്കിടകം രാശിയിൽ. ഈ സമയപ്രകാരം, ഈ രാശിചക്ര പ്രകാരം, അല്ലെങ്കിൽ ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത്, അവര് എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബുധനാഴ്ച ആയതുകൊണ്ടും ഏകാദശി ആയതുകൊണ്ടും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭഗവാനെ പ്രാർത്ഥിച്ച് ഓം നമോ നാരായണായ ജപിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നത് വളരെ പ്രാധാന്യം തന്നെയാണ്. പിന്നെ നമ്മളുടെ ബുധനാഴ്ച നമ്മളുടെ ശരിക്കും ബുധനാഴ്ച തുടങ്ങുന്നേ ഉള്ളൂ. ശരിക്കും ഏകാദശി തിഥി വരുന്നത് പൂർണ്ണമായിട്ടും 2 ദിവസമായിട്ടാണ്. ഉച്ച വരെ ഇത് വരുന്നുണ്ട്. പിന്നെ 8-ാം തീയതി പുലർച്ചെ 5:57 മുതൽ രാത്രി 7:06 വരെയാണ് ഹരിവാസര സമയം. അതായത് നമ്മളുടെ ശരിക്കുമുള്ള പ്രാധാന്യം വരുന്നത്, ഹരിവാസര സമയം വരുന്നത് 5-ാം തീയതി, 25-ാം തീയതി, അതായത് വ്യാഴാഴ്ച രാവിലെ 5 മണി മുതൽ 5:57 മുതൽ രാത്രി 7:06 വരെയാണ് ഹരിവാസര സമയം. അപ്പൊ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ടാണ് ഏകാദശി തിഥി വരുന്നത്. അപ്പോൾ വ്രതമെടുക്കുന്നവർ ബുധനാഴ്ച ഉച്ചയ്ക്ക് തൊട്ട് തന്നെ ഏകാദശി വ്രതം എടുക്കണം. ഹരിവാസര സമയം വ്യാഴാഴ്ച പുലർച്ചെയാണ്. വ്യാഴാഴ്ചയും ഏകാദശി തിഥിയും വരുമ്പോൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ സൽഫലങ്ങളും വന്ന് ചേരുന്നതാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷമുണ്ടാകുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ ശാരീരിക പ്രയാസങ്ങൾ കുറയും. സൽക്കർമ്മങ്ങൾ നടത്തുന്നതിനായിട്ട് പദ്ധതികൾ പ്ലാൻ ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നു ചേരും. പ്രവാസികളിൽ നിന്ന് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. വസ്തു വിൽപ്പനയ്ക്കൊരുക്കുന്നവർക്ക് അത് സാധ്യമായി വരും. സമ്മർദ്ദങ്ങൾ കുറയും. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും. എടുത്തുചാട്ടവും സാഹസികതയും കുറയ്ക്കണം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ശുഭദിനമാണ്.
വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നതൊക്കെ വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. വലിയ പദ്ധതികളിൽ പണം മുടക്കാവുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുവാനാകും. മക്കൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരും. ഇഷ്ടപ്പെടുന്നവരുമായി ഒത്തുചേരുന്നതിനുള്ള യോഗം കാണുന്നു. കുടുംബാംഗങ്ങളെ തൊഴിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. മനസ്സ് ശാന്തമാകും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ തുടരുവാനാകും. കാര്യതടസ്സങ്ങളെല്ലാം മാറി ബിസിനസ് രംഗത്ത് പുതിയ തീരുമാനങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിക്കുന്നത്, ഓം നമോ നാരായണായ ജപിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പുരോഗതിയും മക്കളുടെ കാര്യത്തിൽ സന്തോഷവും വന്നു ചേരും. ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. വീട് നവീകരിക്കും. പ്രവർത്തന രംഗത്ത് സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കും. ഭൂമിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള യോഗവും വന്നു ചേരുന്നു. നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. മക്കളെ കുറിച്ചോർത്ത് അഭിമാനിക്കുവാൻ അവസരം ലഭിക്കും. രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ത്രിപുരസുന്ദരി ദേവിയെയും പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, വിഷ്ണു സഹസ്രനാമം ഇവയൊക്കെ ജപിക്കുന്നത്, പ്രാർത്ഥനകൾ വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടുന്നതാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർന്നു കിട്ടും. വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് കാലം പ്രയോജനപ്പെടുന്നതാണ്. അവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സമയം വന്നു ചേരും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകും. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ നല്ല അവസരങ്ങൾ തേടി വരും. തൊഴിലിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. സാമ്പത്തികമായി മെച്ചപ്പെടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നത്, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതൊക്കെ എല്ലാവിധ നന്മകളും നിലനിർത്തി തരും. ചിങ്ങം രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായം ലാഭത്തിലാകും. വിനോദയാത്രകൾ വേണ്ടിവരും. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. ആരോഗ്യം തൃപ്തികരമാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. ശാരീരിക പ്രയാസങ്ങൾ കുറയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി ശാന്തമായ ഗ്രഹാന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു. വിദേശയാത്രയ്ക്കുള്ള തടസ്സവും മാറിക്കിട്ടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതിനായി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്.
കന്നിക്കൂറ് കഠിനാധ്വാനത്തിന്റെ ഫലമായി പ്രതീക്ഷിച്ചതിലും അധികം ധനം വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു. കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ വരും. ബുദ്ധിയും വിദ്യയും പാണ്ഡിത്യവും കൊണ്ട് ഉയർന്ന പദവി, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി, ബന്ധുസഹായം ഇവ ലഭിക്കാം. ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ നേടാനുള്ള യോഗവും കാണുന്നു. മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. മുഖം നോക്കാതെ പരുഷമായി സംസാരിക്കേണ്ടതായോ സാഹചര്യവും വന്നു ചേരും. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി പരിസമാപ്തിയിൽ എത്തിക്കുവാൻ കഴിയും. ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് ആലസ്യം, നേത്രരോഗം, സാമ്പത്തിക ഞെരുക്കം ഇവയ്ക്കൊക്കെ കാരണമാവും. ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് വന്നു ചേരുന്നത് വഴി കുറച്ച് കേസ് വഴക്കുകളൊക്കെ വരുവാനുള്ള സാധ്യത വന്നു ചേരുന്നു. എല്ലാ കാര്യത്തിലും ആലസ്യം വരുന്നതോടുകൂടി കർമ്മരംഗത്ത് പിന്തള്ളപ്പെടാനുള്ളൊരു സാഹചര്യം വരും. കണ്ണിന് വല്ലാത്ത അസുഖം വരുന്നത് കൊണ്ട് തലവേദനയും അനുഭവിക്കാവുന്നതാണ്. സാമ്പത്തിക ഞെരുക്കം കുടുംബ സ്വസ്ഥത തളർത്തും. ഇണയുമായി പിരിയുവാനുള്ള സാഹചര്യവും വാക്തർക്കം ഉണ്ടാകുന്നുള്ള സാഹചര്യവും തെളിഞ്ഞു വരും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി രാശിനാഥയായ മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന അധികാര പദവിയോ സ്ഥാനമാനങ്ങളോ ലഭിക്കാം. ധനലാഭം വന്നു ചേരും. പുതിയ ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം വന്നു ചേരാം. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ സമയം വന്നു ചേരും. ഉന്നതന്മാരുടെ പ്രശംസയും ഗുരുപ്രസാദവും വന്നു ചേരും. പുസ്തക പ്രകാശനത്തിന് അവസരം ലഭിക്കും. പ്രശസ്തി, കീർത്തി ഇവയെല്ലാം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. പരോപകാര തൽപരത കൊണ്ട് നല്ല പേരും പ്രശസ്തിയും വന്നു ചേരും. ഏറെക്കാലമായി ബന്ധപ്പെടാതിരുന്ന ദൂരെയുള്ള ബന്ധുക്കളുമായി ചർച്ച നടത്തുവാനും കൂടിച്ചേരുവാനുമുള്ള യോഗം വന്നു ചേരും. വ്യവസായം വിജയിക്കും. അമിതമായ ചെലവ് സാമ്പത്തിക പരാധീനതയെ വരുത്തുമെങ്കിലും വിശ്രമമില്ലാത്ത അധ്വാനം മൂലം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. പല വിധത്തിൽ ധനം വന്നു ചേരും. അധികാര പദവി വിനിയോഗിക്കാനുള്ള സന്ദർഭം വന്നു ചേരും. വാഹനം, വസ്ത്രം, ആഭരണം ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം തരുന്ന അനുഭവത്തിൽ വന്നു ചേരും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങളും ബഹുമതിയും ലഭിക്കും. വിനയാന്വിതമായ പെരുമാറ്റത്താൽ പിതൃതുല്യരായവരുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം ലഭിക്കും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കാവുന്നതാണ്. ഗ്രഹത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗം കാണുന്നു. ബുദ്ധിപൂർവമായ ഇടപെടലുകൾ കാരണം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ വ്യവഹാരത്തിൽ ഏർപ്പെടേണ്ടി വരികത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അമിതമായ പണച്ചെലവ് നിയന്ത്രിക്കണം. തസ്കര ഭയം ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥനകൾ നടത്തുന്നത് നന്നായിരിക്കും. അതിനു വേണ്ട മുൻകരുതലുകളും ചെയ്യേണ്ടതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് അനുയോജ്യമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെയോ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയോ വക്താവോ ആകാനുള്ള യോഗം വന്നു ചേരും. പ്രതിഭയും പ്രവർത്തനവും മുൻനിർത്തി ബഹുമതികൾ ലഭിക്കുവാൻ യോഗം കാണുന്നു. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനുള്ള യോഗവും വരും. പല പ്രകാരത്തിൽ ധനാഗമവും ഉണ്ടാകാം. വിദൂര സഞ്ചാരം വഴി ധനലാഭം പ്രതീക്ഷിക്കാം.
ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും പ്രതീക്ഷിക്കാം. ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. സഹോദര സഹായം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സന്താന സൗഖ്യവും പ്രതീക്ഷിക്കാം. പൈതൃകമായ ഭൂസ്വത്ത് നഷ്ടപ്പെടാനോ വിൽക്കാനോ ഇടവരാം. ക്ഷമയില്ലായ്മ, അനാവശ്യമായ വാഗ്വാദങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതോ മറ്റുള്ളവരെ പരിഹസിക്കുന്നതോ അവരെ പുച്ഛിക്കുന്നതോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ഏകാദശി വ്രതം എടുക്കുന്നതൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതിന് അനുഗ്രഹമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ജയമുണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടുവാൻ അവസരം വരും. പ്രവർത്തന മികവിനും പരീക്ഷകളിലെ ഉന്നത വിജയത്തിനും ആദരവും അനുമോദനവും ലഭിക്കും. വാക്ചാതുര്യത്താലും ദാനധർമാദികളാലും മറ്റുള്ളവരുടെ പ്രീതി നേടും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ധനാഗമവും വർദ്ധിക്കും. വിവിധങ്ങളായ ഗൃഹോപകരണങ്ങൾ, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, കളത്രസുഖം, വാഹനം, വിശ്വസ്തരായ ഭൃത്യജനങ്ങൾ ഇവയെല്ലാം ഒന്നൊന്നായി അനുഭവത്തിൽ വരും. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാകും. അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. വിവിധങ്ങളായ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് യോഗം കാണുന്നു. വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങാനുള്ള അല്ലെങ്കിൽ ദാനമായി ലഭിക്കാനുള്ള അവസരം വന്നു ചേരും. സുഗന്ധദ്രവ്യങ്ങൾ ദാനമായി ലഭിക്കും. കളത്രസുഖം അനുഭവത്തിൽ വരും. പുതിയ വാഹനം വാങ്ങുവാനോ പഴയത് പുതുക്കി ഒന്ന് റിഫ്രഷ് ചെയ്യുവാനോ യോഗം കാണുന്നു. പുതിയ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കും. നിരന്തരമായ യാത്രകൾ ആവശ്യമായി വന്നേക്കാം. കൃത്യനിഷ്ഠ പാലിക്കാൻ ശ്രമിക്കണം. അനുചിതമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ വളരെ വേദനയോടുകൂടിയാണെങ്കിലും ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ എനിക്കിത് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുള്ള അവസരം വന്നു ചേരട്ടെ. എല്ലാം ഭഗവതി വിചാരിക്കുന്നത് പോലെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ ശുഭപര്യവസാനിയായി തീരുവാൻ രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയുടെയും മറ്റു ചാത്തൻ സ്വാമിമാരുടെയും ആഞ്ജനേയ സ്വാമിയുടെയും ധർമ്മശാസ്താവിൻ്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷ്ണു സഹസ്രനാമം പാരായണം കൂടി ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുജനത്തിനും തനിക്കും സന്തോഷം വരുന്ന അനുഭവങ്ങൾ വന്നു ചേരും. സന്താന സുഖം അനുഭവത്തിൽ വരും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി വന്നു ചേരും. വിവേകപൂർവ്വം പ്രവർത്തിക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. വിദ്വാൻമാർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങളിലോ വാഗ്വാദങ്ങളിലോ ഏർപ്പെടേണ്ടി വരും. ശത്രുഭയം അല്ലെങ്കിൽ തസ്കര ഭയമൊക്കെ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ക്ഷമാശീലം എല്ലാവിധ നന്മകളുടെയും അടിസ്ഥാനമാണ്. ക്ഷമിക്കാൻ പഠിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നമ്മളെ തേടിയെത്തും. ഭഗവാന്റെ അനുഗ്രഹത്താൽ, ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ, ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹത്താൽ, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരുന്നതാണ്. മീനം രാശി ധനധാന്യ സമൃദ്ധിയും സമ്പദ് സമൃദ്ധിയും പല വിധത്തിലുള്ള ധന ആഗമനവും പ്രതീക്ഷിക്കാം. ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കും. ഗ്രഹത്തിൽ ഐശ്വര്യം വന്നു ചേരും. കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ ദൈവീക പ്രാർത്ഥനകൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും. സന്താന സുഖം ലഭിക്കും. മേലധികാരികളുടെ വിശ്വാസം ആർജിക്കുവാൻ യോഗം കാണുന്നു. സ്ഥലമാറ്റത്തിനുള്ള യോഗവും വന്നു ചേരും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതായി വരാം.
കഴിയുന്നതും അഭിപ്രായങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് നന്നായിരിക്കും. പ്രതിഷേധത്തിന് ഇടവരാതിരിക്കുക. ഉത്സാഹക്കുറവ് വരും. അപ്പോൾ കർമ്മരംഗത്തെ ക്ഷീണവും ആലസ്യവും മൂലം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരിക അസുഖം വരുമ്പോൾ ലീവ് എടുക്കുന്നത് നന്നായിരിക്കും. അപവാദം വരാതിരിക്കുവാൻ, അപവാദ ഭീതി, അപവാദങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം കരുതലെടുക്കുന്നത് നന്നായിരിക്കും. ഓർമ്മക്കേടോ അശ്രദ്ധയോ കാരണം ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും വരാതിരിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് എല്ലാ വ്രതങ്ങളും, അതായത് ഏകാദശി വ്രതം എടുക്കുന്നതിന്, അമ്മയെ പ്രാർത്ഥിക്കുന്നതിന്, ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നതിന്, ത്രിശതി ജപിക്കുന്നതിന്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിന്, ലളിതാ പരമേശ്വരിയെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉള്ള അനുഗ്രഹം, അതുവഴി അനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.